നമസ്കാരം. അങ്ങനെ അതും സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, സപ്ലൈകോ വഴി വില നിയന്ത്രണം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സാധന സാമഗ്രികൾ വില കുറച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. അത് പൊതുവിപണിയിൽ ഈ ഓണക്കാലത്ത് സാധനങ്ങളെല്ലാം ഒരു നിശ്ചിത വില നിശ്ചയിച്ചുകൊണ്ട് ആ സാധനങ്ങളെല്ലാം സാധാരണക്കാർക്ക് വേണ്ടി എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതികളെല്ലാം രൂപീകരിച്ചത്. അതിന്റെ ഭാഗമായി ഈ ഓണക്കാലത്ത് എല്ലാ സാധാരണക്കാർക്കും നിശ്ചിത വിലയ്ക്ക് അധികം വില കൊടുക്കാതെ എല്ലാ സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് പൊതുവിപണിയിൽ ഈ സർക്കാർ ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് സപ്ലൈകോ വഴി ഈ ആവശ്യ സാധനങ്ങളെല്ലാം വിലക്കുറവിൽ ലഭ്യമാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നത് കേരളത്തിൽ വൻ വിലക്കയറ്റമാണെന്നും ഇത് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള കളവാണ് സതീശൻ പറഞ്ഞു വെച്ചത്. എന്നാൽ എന്തായിരുന്നു വസ്തുത? പൊതുവിപണിയിൽ കാര്യക്ഷമമായി ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ 2016 മുതൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പ്രായോഗികമായ ഇടപെടലുകൾ നടത്തി എല്ലാ കാര്യങ്ങളിലും വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ ഓണക്കാലത്തും അതുപോലെ തന്നെ ക്രിസ്മസും വിഷു പോലുള്ള മലയാളികളുടെ എല്ലാ ഉത്സവ സമയത്തും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പ്രായോഗികമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോ ഈ ഓണത്തിനും നമ്മൾക്ക് അറിയാവുന്നതുപോലെ എല്ലാവർക്കും 62 ലക്ഷം പേർക്ക് 1600 രൂപ വീതം പെൻഷൻ കൊടുത്തു. അതുപോലെ തന്നെ പൊതുവിപണിയിൽ എല്ലാ ആവശ്യ സാധനങ്ങൾക്കും പച്ചക്കറി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം വരാതിരിക്കുന്നതിന് വേണ്ടി പൊതുവിപണിയിൽ കാര്യക്ഷമമായി ഇടപെടുകയും വിലക്കയറ്റം പിടിച്ചു നിർത്തുകയും ചെയ്യുകയുണ്ടായി. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് കേരളത്തിൽ നല്ല രീതിയിലുള്ള ഈ വില കുറവിൽ ആവശ്യ സാധനങ്ങളെല്ലാം എല്ലാവർക്കും ലഭ്യമാക്കിയത്. ഈ സപ്ലൈകോ വഴി ഒന്നാം ഓണത്തിന്റെ ഉച്ചവരെയുള്ള വിറ്റുവരവ് എന്ന് പറയുന്നത് 375 കോടിയാണ്. സർവകാല റെക്കോർഡുകളെല്ലാം തിരുത്തിക്കൊണ്ടാണ് ഇപ്പോ സപ്ലൈകോ വഴി ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ആവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. ഇത് ഓണം കഴിയുമ്പോഴത്തേക്കും ഏകദേശം 400 കോടിക്ക് മേളിൽ പോകുമെന്നാണ് ഇപ്പോ എല്ലാത്തിന്റെ കൂട്ടലുകൾ. അതുപോലെ തന്നെയാണ് ഈ സപ്ലൈകോയിൽ എത്തിയ ജനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒന്നാം ഓണത്തിന്റെ ഉച്ചവരെയുള്ള കണക്ക് കിട്ടിയപ്പോൾ ഏകദേശം 56 ലക്ഷം ആൾക്കാരാണ് സപ്ലൈകോ വഴി ആവശ്യ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ, കേരളത്തിലെ ജനങ്ങൾ ഈ ആവശ്യക്കാരായിട്ടുള്ള ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സപ്ലൈകോ വഴി ഈ ആവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിയെന്നും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തി എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. ഒന്നാമത്തെ കാര്യം, 375 കോടി എന്ന് പറയുമ്പോൾ അത് 400 കോടിക്ക് മേളിൽ പോകുമെന്നാണ് ഇപ്പൊ കാണുന്നത്. അത്രയും സാധനങ്ങൾ ഈ സപ്ലൈകോ വഴി മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെയാണ് 56 ലക്ഷം ജനങ്ങൾ സപ്ലൈകോ വഴി സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളതും. ഇത് രണ്ടും നമ്മൾ പരിശോധിച്ചാൽ തന്നെ സപ്ലൈകോ വഴി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൃത്യമായി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഈ പൊതുവിപണിയിൽ കാര്യക്ഷമമായി ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായി എല്ലാ സാധാരണക്കാർക്കും വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടി എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്. അപ്പോ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളും പറയുന്നത് പോലെ ഇവിടെ കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തി എന്നുള്ളതിന്റെ തെളിവുകളാണ്
ഈ രണ്ട് കാര്യങ്ങളും. എന്തായാലും എല്ലാ ഉത്സവകാലത്തും നമ്മുടെ കേരളീയരുടെ പ്രധാനപ്പെട്ട എല്ലാ ഉത്സവകാലത്തും ഇതുപോലുള്ള ഇടപെടലുകൾ നടത്തി പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് ഇനിയും തുടരും.